ഹായ് നമസ്കാരം. മാതാ കോളേജിലെ ട്യൂട്ടറാണ്. ഞങ്ങളെ മദർ തെരേസ ഫൗണ്ടേഷൻ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന മാതാ കോളേജിൻ്റെ ചാരിറ്റി ഇവൻറ്റ് മെഡിക്കോ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അമ്മ തൊട്ടിൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാനേജ്മെൻറ്റും ഞങ്ങളെ സ്റ്റുഡൻസും ശേഖരിച്ച സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇറങ്ങുവാണ്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. കോളേജിന്റെ ടീം ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോവാം. ഇവിടുത്തെ അമ്മമാർ നൽകുന്ന പരിചരണം, പരിഗണന, അതോടൊപ്പം തന്നെ ജിജി മേഡത്തെ പോലുള്ള നിരവധിയായ ആളുകളുടെ സേവന സന്നദ്ധ മനോഭാവത്തോടു കൂടിയിട്ടുള്ള സഹായങ്ങൾ, ആ സഹായങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളോടൊപ്പം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മേഡം പറഞ്ഞതുപോലെ ആ പരിചരണം എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും സ്കൂളിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയാൽ ഈ കുട്ടി ഒറ്റപ്പെട്ടതല്ല എന്നൊരു തോന്നൽ നമ്മുടെ കുട്ടികളുടെ എല്ലാം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ളൊരു ഇടപെടൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിങ്ങൾ നൽകിയ സഹായത്തിന്, പിന്തുണയ്ക്ക്, സ്നേഹത്തിന് ശിശുക്ഷേമ സമിതിയുടെ പേരിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇത്തരം സ്നേഹങ്ങൾ ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം ഇനിയും എത്തട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച, ആ ഉയർച്ച സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾക്ക്, ഈ സമൂഹത്തിനാകെ പ്രകാശമായി മാറുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. പ്രകാശം ചൊരിഞ്ഞു തന്നെ ഈ സ്ഥാപനം നിൽക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹാഭിവാദ്യം. അപ്പം അമ്മയ്ക്ക് പകരം ഈ അമ്മത്തൊട്ടിൽ എന്ന ഈ വലിയ സാമ്രാജ്യത്തിൽ ഓരോ മക്കളെ കൊണ്ട് നടയിൽ ഉപേക്ഷിച്ച് പോകുമ്പോഴത്തേക്ക് എടുത്തു വളർത്തുന്ന അമ്മത്തൊട്ടിൽ ഇന്ന് കേരളത്തിൽ പറയാൻ, അതിന് വാക്കുകളില്ല എനിക്ക് പറയാനായിട്ട് കൂടുതലായിട്ട്. കാരണം ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേന് ആ സ്ത്രീ അമ്മയെന്ന് പറയുമ്പോഴാണ് അർത്ഥം ഉണ്ടാകുന്നത്. പക്ഷേ പ്രസവിച്ച് കുഞ്ഞിനെ കൊണ്ട് ഉപേക്ഷിക്കുന്നവളെ ഒരു സ്ത്രീയൊന്നും അമ്മയൊന്നും പറയാൻ പറ്റില്ല. ആ കുഞ്ഞിനെ പെറ്റു വളർത്തി അവളെ വളർത്തി വലുതാക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. പക്ഷേ അമ്മത്തൊട്ടിൽ അതൊന്നും ഗവനിക്കാതെ ഓരോ കുഞ്ഞുങ്ങളെയും ഏറ്റെടുത്ത് കരുതലോടെ കാത്തുകൊള്ളുന്ന അമ്മത്തൊട്ടിലിന് 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഏതായാലും നമ്മുടെ ഇത്തരം മക്കൾക്ക് വേണ്ടി, കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഇത്രയും സാമ്പത്തികങ്ങളൊക്കെ നിങ്ങൾ സമാഹരിച്ച് കൊണ്ടുവന്ന് അതിന് സംസ്ഥാന ശിക്ഷക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇത്തരം പ്രവർത്തികൾ ഇനിയുള്ള ജീവിതത്തിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2023 മെഡിക്കോ ഫെസ്റ്റിന് നേരത്തെ എത്താനും താമസിച്ചു പോകാനും നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ ചാരിറ്റി പ്രോഗ്രാം ആയാലും നിങ്ങളുടെ പ്രോഗ്രാംസ്, കുട്ടികൾ നടത്തി വന്ന ഡാൻസും പാട്ടും എല്ലാം കണ്ട് ആ വേദിയിൽ നമ്മളോടൊപ്പം നിന്ന് സഹകരിച്ച ചേട്ടൻ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഇപ്രാവശ്യവും 2024 മെഡിക്കൽ ഫെസ്റ്റിന് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
കുട്ടികളെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ആ പിഞ്ചു കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇരിക്കുന്ന എല്ലാവർക്കും അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നുണ്ട്. പലരും ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. നമുക്ക് അച്ഛനും അമ്മയും ഉണ്ടായിട്ട് പോലും നമുക്ക് അവരെ തള്ളി പറയുന്ന ഓരോ കുട്ടികളും നമ്മുടെ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടെന്നല്ല പറയുന്നത്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് അത് മനസ്സിലാക്കുക, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വില മനസ്സിലാക്കുക, സഹോദരങ്ങളുടെ വില മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും നല്ല വഴിക്ക് പോയി പഠിച്ച് നല്ലൊരു ജോലി നേടി നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ മാതാ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. നമ്മുടെ കോളേജിൻ്റെ മെഡിക്കൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അമ്മത്തൊട്ടിൽ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മത്തൊട്ടിലിനെ പറ്റി. പക്ഷേ മാതാ കോളേജിൽ പഠിച്ചതുകൊണ്ടാവാം വേറൊരു അനുഭവമായിരുന്നു. ഇവിടെ കയറാൻ പറ്റി, കുട്ടികളായിട്ട് ഒരുപാട് നേരം ചിലവഴിക്കാൻ പറ്റി. അതിൽ ഒരുപാട് നന്ദി ഞാൻ മാതാ കോളേജിനോടും ജിജി മാമിനോടും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും, എല്ലാ സ്റ്റുഡൻസിനും ഇത് വേറിട്ടൊരു അനുഭവമായിരിക്കും. നമ്മളിപ്പോൾ അമ്മത്തൊട്ടിൽ പോയിട്ട് നമ്മൾ അവിടെയുള്ള കുട്ടികളുമായിട്ട് ഇടപഴകി ഡാൻസ് കളിച്ച് നമ്മൾ ഒത്തിരി ടയേർഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കട്ടൻ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം കാണാം. അമ്മത്തൊട്ടിൽ സന്ദർശിച്ച് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. പുതിയ ചാരിറ്റി കാഴ്ചകളുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.